ഹായ് ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂസാറ്റ് ലേണിംഗ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജെനറ്റിക്സ് എന്ന പോർഷനിലെ മെൻഡലിന്റെ മോണോ ഹൈബ്രിഡിന്റെ കേസിലുള്ള എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. അതായത് മെൻഡൽ നമ്മുടെ പ്ലാന്റ്സിന്റെ ഒരു ക്യാരക്ടർ, ഉയരം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ആ ഉയരം എന്ന ക്യാരക്ടറിന്റെ ബേസിസിൽ എന്ത് ചെയ്തു, പ്ലാന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് F1 ജനറേഷനും F2 ജനറേഷനും ഒക്കെ കിട്ടി. അതായത് 3:1 എന്നുള്ള ഫീനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ ഒക്കെ കിട്ടി. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോഴേ മിസ് പറഞ്ഞിരുന്നു നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള എന്താ, ഡൈ ഹൈബ്രിഡിന്റെ കേസിൽ എന്താണെന്നാണ്. ഡൈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ ഡൈ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് സ്വഭാവ സവിശേഷതകളുടെ ബേസിസിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ കേസിൽ എന്തൊക്കെയാണ് F1 ജനറേഷൻ വരുന്നത്, F2 ജനറേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് അഥവാ രണ്ട് ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്തു, മെന്റലിന് ഒന്നും അങ്ങോട്ട് മതിയായില്ല, ഒരു തൃപ്തിയായില്ല. അതായത് ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്ത സമയത്ത് മെന്റലിന് എന്ത് കിട്ടി, F2 ജനറേഷൻ എത്തിയപ്പോഴേക്കും 3 ടോളും 1 ഡോർഫ്, അങ്ങനെ 3:1 എന്നുള്ള ഫീനോട്ടിപ്പിക്കും ജീനോട്ടിപ്പിക്കും റേഷ്യോയില് എന്ത് കിട്ടി, 3 ടോളിനെയും 1 ഡോർഫിനെയും കിട്ടി. അപ്പോഴും മെന്റലിന് എന്താ അങ്ങോട്ട് മതിയാവുന്നില്ല അല്ലെ. സെൽഫ് പോളിനേഷൻ ഒക്കെ നടത്തിയിട്ട് കിട്ടിയെങ്കിലും അയാൾക്ക് എന്താ ഒരു തൃപ്തി അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ മെന്റൽ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് മെന്റൽ 2 ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ആദ്യത്തെ കേസില് ടോള് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെയാണ് ചൂസ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ കേസിലെ 2 ക്യാരക്ടർ, അതായത് ടോളും അതേപോലെ തന്നെ വിത്തിന്റെ സീഡിന്റെ ഷേപ്പുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ്, ടോളും അതേപോലെ തന്നെ സീഡിന്റെ ഷേപ്പുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ടോളും ഡോർഫും പോലെ തന്നെ വിത്തിന്റെ ഷേപ്പ് പറയുന്നത് റൗണ്ടും അതേപോലെ തന്നെ റിങ്കിൾഡും ആണ്. അപ്പൊ ഇവിടെ മെന്റൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈറ്റിനെയും അതേപോലെ സീഡ് ഷേപ്പിനെയും ചൂസ് ചെയ്തു. അതിൽ ഹൈറ്റ് ടോളും ഡോർഫും ആണെങ്കിൽ സീഡ് ഷേപ്പ് റൗണ്ടും അതേപോലെ തന്നെ എന്താണ് റിങ്കിള്, അങ്ങനെയുള്ള 2 ക്യാരക്ടേഴ്സിനെയാണ് ചൂസ് ചെയ്തത്. അതിൽ ടോളിന് TT എന്നും ടോളിന് ഡോർഫിനെ സ്മോൾ TT എന്നും റൗണ്ടിനെ ആണെങ്കിൽ എന്താ പറയാ ക്യാപിറ്റൽ ആയിട്ടുള്ള RR എന്നും റിങ്കിളുടെ ആണെങ്കിൽ സ്മോൾ RR എന്നുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ടിട്ടില്ലേ, ടോള് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ അതായത് അപ്പൊ നമുക്ക് എന്ത് പറയാം, അതിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ടോൾ റൗണ്ട് എന്നിട്ടുള്ള പ്ലാന്റിനെ ഒരു ഇവരെ പാരന്റ്സ് ആയിട്ട് എടുത്തു. നേരത്തെ പോലെ തന്നെ ടോൾ റൗണ്ടും ഡോർഫ് റിങ്കിളും ആണുള്ളത്. അതിൽ ടോൾ റൗണ്ടിന് ഒരു പാരന്റ് ആയിട്ടും ഡോർഫ് റിങ്കിളിന് വേറൊരു പാരന്റ് ആയിട്ട്, അതായത് മദർ ഓർ ഫാദർ ഏതോ ഒന്നായിട്ട് എടുത്തു. അതായത് പാരന്റ് ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്തു. എന്നിട്ട് മെന്റൽ എന്ത് ചെയ്തു മക്കളെ, എന്നിട്ട് മെന്റല് വീണ്ടും ഈ ടോൾ ആൻഡ് റൗണ്ടിനെയും ഡോർഫ് ആൻഡ് റിങ്കിളിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. നേരത്തെ അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് നേരത്തെ അതേപോലെ ക്രോസ് ചെയ്തു. ഇവിടുത്തെ കേസിൽ എന്താ 2 ക്യാരക്ടർ ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടുത്തെ ഗാമേറ്റ്സിന് നമ്മൾ എങ്ങനെ എഴുതുക, TTRന്റെ കേസിലാണെങ്കിൽ TTRRന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഗാമേറ്റിന് എഴുതുമ്പോൾ എഴുതുക TR എന്നാണ്. അതായത് T ഒരു ക്യാരക്ടറും R ഒരു ക്യാരക്ടറും, അതായത് ടോൾ ഒരു ക്യാരക്ടറും റൗണ്ട് ഒരു ക്യാരക്ടറും. ഇവിടെ ഡോർഫ് ആൻഡ് റിങ്കിളിന്റെ കേസിലാണെങ്കിൽ ഡോർഫ് ഒരു ക്യാരക്ടറും റിങ്കിൾ ഒരു ക്യാരക്ടറുമാണ്. അപ്പോൾ ഒരു സ്മോൾ ടിയും ഒരു സ്മോൾ ആറും. മനസ്സിലായോ? എന്നിട്ട് ഇതിനെ തമ്മിൽ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ക്യാപിറ്റൽ T സ്മോൾ T ക്യാപിറ്റൽ R സ്മോൾ R കിട്ടി. അതായത് നമ്മൾ പറഞ്ഞു അതായത് ഒരു ആനേനെ ഉറുമ്പിനെ നിങ്ങൾ കണ്ട്, നിങ്ങൾ ആരെയും ആദ്യം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ആനേനെയാണ് ആദ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ Tയും സ്മോൾ Tയും അല്ലെങ്കിൽ ക്യാപിറ്റൽ Rഉം സ്മോൾ Rഉം നമ്മൾ ആരെ ശ്രദ്ധിക്കുക, ആദ്യം ക്യാപിറ്റലിനെ ആണ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, വലിയ ആളാണ് എപ്പോഴും ആദ്യം വരിക, അത് കഴിഞ്ഞിട്ടേ ചെറിയ ആൾ വരുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ Tയും സ്മോൾ Tയും ക്രോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ R സ്മോൾ T Rഉം ക്രോസ് ചെയ്യാണ്, എങ്ങനെ ആയിക്കോട്ടെ അത് നിൽക്കുന്നത്. ചിലപ്പോൾ നേരെ തിരിച്ച് ചെറിയ ആറും വലിയ ആറും ആണ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, നമ്മൾ പോയിട്ട് ആദ്യമുള്ളതിനെ ആദ്യം എടുത്തത്. അങ്ങനെ ഒരിക്കലും എഴുതരുത്. ക്യാപിറ്റൽ ആളിനെ ഫസ്റ്റും സ്മോളിനെ സെക്കൻഡും എഴുതണം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ, ക്യാപിറ്റൽ T സ്മോൾ T ക്യാപിറ്റൽ R സ്മോൾ R കിട്ടി. അതായത് എന്ത് കിട്ടിയപ്പോൾ ടോളും
റൗണ്ടും ആയിട്ടുള്ള ആളെയാണ് നമുക്ക് എന്തിൽ കിട്ടിയത്? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത്. ഇനി ഫസ്റ്റ് ജനറേഷൻ നമുക്ക് എന്ത് കിട്ടി? നേരത്തെ നമുക്ക് കൂളായി ഫസ്റ്റ് ജനറേഷനിൽ എന്ത് കിട്ടി? ടി ടി കിട്ടിയ സമയത്ത് നമ്മൾ അതിനെ തന്നെ സെൽഫ് പോളിനേഷൻ നടത്തി സുഖമായി ഇതേപോലെ ക്രോസ് ചെയ്തൊക്കെ എഴുതി. പക്ഷെ ഇതിന്റെ കേസിൽ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു കുറവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ക്യാരക്ടർ വരും. അപ്പം നമുക്ക് എന്താണ് ക്രോസ് ചെയ്ത് എഴുതാം, അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു സ്ക്വയർ. ഈ സ്ക്വയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈഹൈബ്രിഡിന്റെ കേസിൽ അല്ലെങ്കിൽ മോണോ ഹൈബ്രിഡ് അല്ലാതെ എത്ര ഹൈബ്രിഡ് വന്നാലും നമ്മൾ പുന്നറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുക. ഈ സ്ക്വയറിന് നമ്മൾ പറയുന്ന പേരാണ് പുന്നറ്റ് സ്ക്വയർ. എന്താണ് പറയാ? പുന്നറ്റ് സ്ക്വയർ. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. അതായത് ഇപ്പൊ ഇവിടെ നോക്ക് മക്കളെ, നിങ്ങള് ടി ടി ഇവിടെ നോക്ക് ടി ടി ആർ ആർ എന്ന് പറഞ്ഞതാണെങ്കിൽ ഇതിന് വരുന്ന ഗ്യാമേറ്റ്സ് ആരൊക്കെ വരും? ടി ആർ അല്ലേ, ടോള് റൗണ്ട് വരും, ടോള് ഡാർഫ് വരും, അതേപോലെ ഡാർഫ് റൗണ്ട് വരും, ഡ്വാർഫ് റിങ്കിൾ വരും. ഇത്രയും ഗ്യാമേറ്റ്സ് വരും. അപ്പൊ ഇതേപോലെ രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ലേ? ഇതേപോലെ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടില്ലേ സെൽഫ് പോളിനേഷൻ ഇതേപോലെ ഒന്നിനെയും കൂടി ചെയ്യണ്ടേ? അപ്പൊ ഇപ്പുറത്തും എത്ര ആൾക്കാരുണ്ട്? ഇപ്പുറത്ത് ഇതേപോലെ 4 ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വലിച്ച് ക്രോസ് ചെയ്യുന്നത് എഴുതാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ പുന്നറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഈ ഇതേ ഗ്യാമേറ്റിന് നമ്മൾ എന്ത് ചെയ്യും? കോളായിട്ട് റോ ആയിട്ട് എഴുതും. പുന്നറ്റ് സ്ക്വയറിന്റെ മുകളിൽ ഈ സെക്ഷനിൽ നമ്മൾ ആദ്യത്തെ 4 ഗ്യാമേറ്റ്സിനെ ഇവിടെ എഴുതി, അതേപോലെ തന്നെ പിന്നത്തെ 4 ഗ്യാമേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. എന്നിട്ട് നമ്മൾ F2 ജനറേഷൻ എങ്ങനെ കിട്ടും നോക്കുമ്പോൾ എന്താ? ആദ്യം ടി ആറും തമ്മിൽ ക്രോസ് ചെയ്യും അല്ലേ? ടി ആറും തമ്മിൽ ക്രോസ് ചെയ്ത് ആരെ കിട്ടുമ്പോക്ക്? ടിയും രണ്ടും ക്യാപിറ്റലാണ്. അപ്പൊ ക്യാപിറ്റൽ ടി ടി ക്യാപിറ്റൽ ആർ കിട്ടും. അതായത് ടോൾ ആൻഡ് റൗണ്ട് കിട്ടും അല്ലേ? പിന്നെ ഇതും ക്രോസ് ചെയ്ത് ഇതും ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. അതായത് എന്താണ്? ടോൾ ആൻഡ് റൗണ്ട് തന്നെ വീണ്ടും കിട്ടി. പിന്നെ ഇതും ക്രോസ് ചെയ്യും. അതായത് എന്ത്? ഈ ടിയും ടി ആറും തമ്മിൽ ക്രോസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ കിട്ടും. അതായത് ടോൾ ആൻഡ് റൗണ്ട് തന്നെ കിട്ടി. പിന്നെ ഈ ടി ആറും ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും മക്കളെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് ക്യാപിറ്റൽ ടി ആണേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. അതും എന്തെന്നെയാ? ടോളും റൗണ്ടാ. ഫസ്റ്റ് വരുന്ന ടോളും ഇതിന്റെ ഫസ്റ്റ് വരുന്ന റൗണ്ട്. അപ്പൊ ടോളും റൗണ്ട് തന്നെ കിട്ടി. ഇനി ഇതിന്റെ കേസ്, ഇവിടുത്തെ കേസ് ആണെങ്കിൽ എന്താ കിട്ടി? ടി ടി സ്മോൾ ആർ. ഇവിടുത്തെ കേസാണ് എന്ത് കിട്ടി? ടി ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇനി ഇവിടുത്തെ കേസ് ആണെങ്കിലോ ടി ടി സ്മോൾ ആർ കിട്ടി അല്ലേ? സ്മോൾ ആർ. ഇവിടുത്തെ കേസാണെങ്കിലോ ടി ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി. ഇനി ഇവിടുത്തെ കേസാണെങ്കിലോ ടി ടി സ്മോൾ ആർ കിട്ടി. ഇനി ഇവിടെ ആണെങ്കിലോ ടി ടി ആർ കിട്ടി. ഇവിടെ ആണെങ്കിലോ എന്ത് കിട്ടി? ഇവിടെ ആണെങ്കിലും ടി ടി ആർ കിട്ടി. ഇവിടെ ആണെങ്കിലും എന്ത് കിട്ടി? 2 സ്മോൾ ടി ആണ് ഇവിടെ ഉള്ളത്, 2 ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടുത്തെ കേസ് ആണെങ്കിൽ എന്താണ് കിട്ടുക? 2 സ്മോൾ ടിയും 1 ക്യാപിറ്റൽ ആറും 1 സ്മോൾ ആറും കിട്ടി. ഇവിടുത്തെ കേസ് ആണെങ്കിലോ 1 ക്യാപിറ്റൽ ടി 1 സ്മോൾ ടി 1 ക്യാപിറ്റൽ ആർ 1 സ്മോൾ ആർ. ഇവിടെ ആണെങ്കിൽ 1 ക്യാപിറ്റൽ ടി 1 സ്മോൾ ടി 2 സ്മോൾ ആർ. ഇവിടെ ആണെങ്കിൽ 2 ടി ടിയും 1 ക്യാപിറ്റൽ ആറും 1 ആറും. ഇവിടെ ആണെങ്കിലോ 2 സ്മോൾ ടി ടിയും 2 ആർ കിട്ടി. ഇങ്ങനെ കിട്ടി. അതായത് ഇവിടെ പെണ്ണി നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ടോള് ആൻഡ് റൗണ്ട് കിട്ടി, രണ്ടാമത്തെ ടോൾ ആൻഡ് റൗണ്ട് കിട്ടി, മൂന്നാമത്തതും ടോൾ ആൻഡ് റൗണ്ട് കിട്ടി. ഇവിടെ ആണെങ്കിലും ടോൾ ആൻഡ് റൗണ്ട് കിട്ടി 4 എണ്ണം. 5 ഇവിടെ ആണെങ്കിലും ടോൾ ആൻഡ് റൗണ്ട് 5ആമത്തെ കിട്ടി. പിന്നെ 6ആമത്തത് ഇവിടെ ആണെങ്കിലും ടോൾ ആൻഡ് റൗണ്ട് കിട്ടി. പിന്നെയോ 7ആമത്തത് ഇവിടെയാണെങ്കിൽ ടോൾ ആൻഡ് റൗണ്ട് കിട്ടി. 8 ടോൾ ആൻഡ് റൗണ്ട് കിട്ടി. 9 എവിടെ കിട്ടി? ഇതാ ഇവിടെ ടോൾ ആൻഡ് റൗണ്ട് കിട്ടി. ഈ വട്ടിട്ടതൊക്കെ ടോൾ ആൻഡ് റൗണ്ട് ആട്ടോ കിട്ടിയ നമുക്ക്. ടോൾ ആൻഡ് റൗണ്ട്, ടോൾ ആൻഡ് റൗണ്ട്, ടോൾ ആൻഡ് റൗണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 8 9 ടോൾ ആൻഡ് റൗണ്ട് ആണ് കിട്ടിയത്. എത്ര കിട്ടി? 9 ടോള് കിട്ടി.
ടോൾ 9 എണ്ണത്തിന് കിട്ടി അല്ലേ. ഇനി ഇത് നോക്കുക, ഇതെന്താ, ഇത് ടോൾ ആൻഡ് റിങ്കിള് ശരി ഇടുന്നത് കേട്ടോ. ടോൾ ആൻഡ് റിങ്കിള് അപ്പം 3 ടോൾ ആൻഡ് റിങ്കിളിന് കിട്ടി. ടോൾ ആൻഡ് റിങ്കിള് 3 എണ്ണം. ഇതോ, ഇത് ഡോർഫ് ആൻഡ് റൗണ്ട് 3 എന്തിനെ കിട്ടി? ഡോർഫ് ആൻഡ് റൗണ്ടിനെ കിട്ടി. അടുത്തത് 3 ഡോർഫ് ആൻഡ് റൗണ്ടിനെ കിട്ടി. പിന്നെ ആര്, ഇവിടെ ഞാനിത് എവിടെ ഒരു വരടെ, ഈ വരട്ടത് ആരത് ഒറ്റപ്പെട്ട് കിടക്കുന്ന 1 ടോൾ ആൻഡ് ഡോർഫിനെ നമുക്ക് കിട്ടി. എന്തിനെ കിട്ടി? 1 ടോൾ ആൻഡ് ഡോർഫിനെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഏകദേശം 9:3:3:1 എന്നുള്ള റേഷ്യോയിലാണ് എന്ത് കിട്ടിയത്? ഈ ഡൈഹൈബ്രിഡിന്റെ കേസിൽ 9:3:3:1 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് നമ്മുടെ F2 ജനറേഷനെ കിട്ടിയത്. അതായത് 9 ടോൾ ആൻഡ് റൗണ്ടും 3 ആരാണ് കിട്ടിയത്? 3 ടോൾ ആൻഡ് റിങ്കിളും 3 ഒരു മിനിറ്റ്, അതായത് 9 ടോൾ ആൻഡ് റൗണ്ടും റൗണ്ട് സീഡഡ് ആയിട്ടുള്ള പ്ലാന്റും 3 ടോൾ ആൻഡ് റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ്സും അതേപോലെ തന്നെ നമുക്ക് 3 ഡോർഫ് ആൻഡ് റൗണ്ട് ആയിട്ടുള്ളതും കിട്ടി. അതിൽ ഒറ്റപ്പെട്ട് കിട്ടിയത് ആരെയാണ്? ഒരൊറ്റ ആരെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ? ഡോർഫ് ആൻഡ് റിങ്കിൾ ആയിട്ടുള്ള പ്ലാന്റിനെ കിട്ടിയിട്ടുള്ളൂ. അതാണ് 9:3:3:1 എന്നുള്ള റേഷ്യോ. അപ്പം മെൻഡലിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ്. എന്താണ് മെൻഡലിന്റെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്? വെൻ 2 or more different traits are combined, each trait is inherited independently to the next generation without mixing each other. A pair of allele in an organism does not influence the separation of another pair of എന്താണ് allele എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ കാര്യം മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെൻഡൽ പറയുന്നത്. അതിൽ മെൻഡലിന്റെ പോസ്റ്റുലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വായിച്ചു നോക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. മെൻഡലിന്റെ മോണോഹൈബ്രിഡിന്റെ കേസിലുള്ള പോസ്റ്റുലേറ്റും ഡൈഹൈബ്രിഡിന്റെ കേസിലുള്ള പോസ്റ്റുലേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അത് മറക്കാതെ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു റെഡ് ഫ്ലവറും ഒരു വൈറ്റ് ഫ്ലവറും കൂടി എന്ത് ചെയ്തു, റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടി നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് റെഡ് ഫ്ലവേർഡ് പ്ലാന്റും വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആരെയാണ് കിട്ടേണ്ടത്? നമ്മുടെ മെൻഡലിന്റെ പോസ്റ്റുലേറ്റ്സ് പ്രകാരമാണെങ്കിൽ നമുക്ക് ആരെയാണ് കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് ആരെയാ കിട്ടേണ്ടത്? റെഡ് ഫ്ലവറിനെ തന്നെയാണ് കിട്ടേണ്ടത്. പക്ഷേ ഇൻ ദിസ് കേസ് എന്താണ്, നമ്മളൊരു റെഡ് ഫ്ലവറിനെയും വൈറ്റ് ഫ്ലവറിനെയും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിങ്ക് ഫ്ലവറിനെയാണ് കിട്ടുക. ആരെയാണ് കിട്ടുക? പിങ്ക് ഫ്ലവറിനെയാണ് കിട്ടുക. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഡൊമിനന്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് ദ റിസസീവ് ട്രേറ്റ്. അതായത് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള അലീല് ഒരിക്കലും എന്താണ് ഫുള്ളി മൊത്തമായിട്ടും എന്ത് ചെയ്യില്ല, മറ്റേ റിസസീവ് ട്രേറ്റ്സ് ഉള്ള അലീലിനെ ഹൈഡ് ചെയ്യില്ല. അപ്പൊ ചിലപ്പോൾ അതിന്റെ കുറച്ച് സ്വഭാവ ഗുണം എന്ത് ചെയ്യാം, കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് റെഡും വൈറ്റും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, റെഡും വൈറ്റും കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് പിങ്ക് ഫ്ലവർ കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് പറയുന്നത്. അതാണ് മെൻഡലിന്റെ ഒരു നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത് വെച്ചാൽ റോൺ കോട്ട് പാറ്റേൺ ഫൗണ്ട് ഓൺ സം കാറ്റിൽസ് ആൻഡ് ഹോഴ്സ്. അതായത് ചില തരത്തിലുള്ള പശുവിലും അല്ലെ കന്നുകാലികളിലും പിന്നെ ഹോഴ്സിലൊക്കെ നമുക്ക് റോൺ കോട്ട് പാറ്റേൺ കാണാം അല്ലേ. അതായത് എന്താ പറയുക, ഫുള്ളി ഒരു കളർ ആയിരിക്കില്ല, ഈ കളറിൽ ഇങ്ങനെ പാറ്റേൺ പോലെ കാണാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് റിസസീവും അതേപോലെ തന്നെ ഡോമിനന്റും ആയിട്ടുള്ള രണ്ട് അലീലുകളും അവരുടെ സ്വഭാവ ഗുണങ്ങൾ ഒരേ സമയത്ത് എക്സിബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോ ഡോമിനൻസ്. കോ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഒരുമിച്ച് നമ്മൾ കോ റിലേഷൻ എന്നൊക്കെ കേട്ടില്ലേ, തമ്മാമിലുള്ള ബന്ധം. അതേപോലെ കോ എന്ന് പറയുന്നത് തമ്മാമിൽ എപ്പോഴും ഒരുമിച്ച് വരുന്നത്. അതാണ് ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ
ട്രേറ്റ്സ് അറ്റ് ദ സെയിം ടൈം ആണെങ്കിൽ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്ത് ഈ റോൺ കോഡ് പാറ്റേൺ ഓഫ് ദ കൗ ആൻഡ് ഹൗസ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ കോ ഡോമിനൻസ് എന്ന പേരിൽ വിളിക്കും. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ പഠിച്ചു, കോ ഡോമിനൻസ് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എങ്ങനെയാ പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കുക വെച്ചാൽ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിനെ പറ്റി എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് എഴുതേണ്ടതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടി ചേരുമ്പോൾ പിങ്ക് ഫ്ലവർ കിട്ടുന്നു. അതിന് കാരണം എന്താണ്? ഒരു ഡോമിനന്റ് അലീലും റെസസീവ് ആയിട്ടുള്ള അലീലിനെ ഫുള്ളി കവർ ചെയ്യില്ല അല്ലെ ഹൈഡ് ചെയ്യില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കോഡോമിനൻസിന്റെ കേസിൽ പറയേണ്ടതാണെങ്കിൽ റോൺ കോഡ് പാറ്റേൺ ആണ്. അതായത് കാറ്റിൽസിന്റെയും ഹോസിന്റെയും ഒക്കെ കേസിൽ റോൺ കോഡ് പാറ്റേൺ ഉണ്ടാവാൻ കാരണം എന്താ? ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദ സെയിം ടൈം ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോഡോമിനൻസ്. ഇനി മൂന്നാമത്തത് നമുക്ക് വളരെ പരിചയമുള്ള സാധനമാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ ഹ്യൂമൻസ് അല്ലേ? ഹ്യൂമൻസിൽ എന്തുണ്ട്? ABO ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിന് കാരണം എന്താ? ദ ജീൻ ദാറ്റ് ഡിറ്റർമൈൻസ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഹാസ് മോർ ദാൻ 2 അലീൽസ്. അതായത് ഈ മോർ ദാൻ 2 അലീൽസ് എന്തുണ്ട്? ഹ്യൂമൻ ബീങ്സിലെ ബ്ലഡ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ 3 അലീൽസ് അതായത് IA, IB ആൻഡ് I എന്ന് പറഞ്ഞിട്ടുള്ള 3 അലീൽസ് ഉണ്ട് ഡിറ്റർമൈൻ ഇൻ ദ ബ്ലഡ് ഗ്രൂപ്പ്. അങ്ങനെയുള്ള കേസിലാണ് എന്തുണ്ടാവുന്നത്? ABO ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അതായത് 2 അതിൽ കൂടുതലോ അലീൽസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മോർ ദാൻ 2 അലീൽസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ABO ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഡിഫറൻസ് ഇൻ സ്കിൻ കളേഴ്സ്. അതായത് നമുക്കറിയാം നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുകയാണ് അല്ലെങ്കിൽ ഭൂമിയിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ കളർ എന്ന് പറയുന്നത് വേറെയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മോർ ദാൻ 1 ജീൻ കൺട്രോൾ ദ കളർ ഓഫ് ദ സ്കിൻ. അതായത് നമ്മുടെ സ്കിന്നിന്റെ കളറിന് ഒരു ജീൻ അല്ല കൺട്രോൾ ചെയ്യുന്നത്, മോർ ദാൻ 1 ജീനാണ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് കളർ ഉണ്ടാവാൻ കാരണം. മാത്രമല്ല ദ ആക്ഷൻ ഓഫ് ദി ജീൻ കോസ് വേരിയേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ മെലാനിൻ ദാറ്റ് കോസ് ഡിഫറൻസസ് ഇൻ സ്കിൻ കളേഴ്സ്. അതായത് എന്താ? ഈ ജീനിന്റെ ആക്ഷൻ എന്ത് ചെയ്യും? നമ്മളുടെ മെലാനിൻ പ്രൊഡക്ഷനിൽ വ്യതിയാനം ഉണ്ടാക്കുകയും അങ്ങനെ അത് ഡിഫറെന്റ് സ്കിൻ ടോണിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. അതായത് പോളിജെനിക് ഇൻഹെറിറ്റൻസ്, അതായത് പലതരത്തില്, പോളി എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തില്. അപ്പം പോളിജെനിക് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ് ഡിഫറെൻറ്റ് സ്കിൻ കളേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ്. ഈ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതെല്ലാവരും ഓർത്തിരിക്കുക. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസോ എന്തെങ്കിലും വഴി അറിയിക്കാം. അപ്പം താങ്ക്